ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് കിട്ടിയേക്കണത് ഒരു സ്രാവിനെയാണ്. കണ്ടോ, പാവത്തിൻ്റെ വായയിൽ വേറൊരു മീനും കൂടി ഉണ്ട്. കണ്ടോ, നല്ല സുന്ദരൻ സ്രാവാണ് കേട്ടോ. നോക്ക്. അപ്പോൾ ഇത് ക്ലീനാക്കി എങ്ങനെ കറി വയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. സ്രാവിനെ ക്ലീനാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വേണം അതിൻ്റെ സ്കിന്നൊന്ന് കളയാനായിട്ട്. വയറൊന്ന് കീറിയെടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കരളെടുക്കും കേട്ടോ നമ്മൾ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വയറൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഈ തൊലിയൊക്കെ ഒന്ന് ഉരച്ച് കളയാം കേട്ടോ. പിന്നെ കരൾ ഇഷ്ടമുള്ളവർക്ക് കരൾ എടുക്കാം, ബാക്കിയൊക്കെ നമ്മൾ കളയും. അതിൻ്റെ വായന്ന് കിട്ടിയതാട്ടോ. 2 കിളിമീൻ. ഇനി ഇതിൻ്റെ വയറ്റിലെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കിയാലോ എൻ്റെ വയറ്റിലെന്തെങ്കിലും ഉണ്ടോ എന്ന്. അതിൻ്റെ വയറ്റിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ വയറ്റിലടുത്ത കണ്ടോ, കിളിമീനാണിത്. കണ്ടോ. അപ്പോൾ ഒരു സ്രാവ് മേടിച്ചാൽ 4 കിളിമീൻ ഫ്രീ. സ്രാവിൻ്റെ പല്ലുകളൊക്കെ നല്ല മൂർച്ച കേട്ടോ. ഇത് ചെറുതായിട്ട് കൊണ്ടാൽ മതി, അപ്പം മുറിയും. കണ്ടാ, ഇതിന് വർത്താനം പറയാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളെ ചീത്ത വിളിച്ചാണ്. നാക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഇടാം കേട്ടോ. ഡയറക്റ്റ് കൈയിട്ട് എടുക്കരുത്, പൊള്ളി പോവും. നമ്മൾ ആ ചൂടത്ത് ഇടുമ്പോൾ പെട്ടെന്ന് തൊലി പോയി കിട്ടും കേട്ടോ. അധികം നേരം ഇടണ്ട, മീൻ ഭയങ്കരമായിട്ട് വെന്ത് പോവും. ഇപ്പം നമ്മുടെ സ്രാവിനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെടിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ കട്ടിങ് പ്രോസസ്സ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വിട്ടുകൊടുത്തേക്കാണ്. ഇത് എത്ര കിലോ മീനായിരുന്നോ? 950 ഗ്രാം. 950 ഗ്രാം മീനായിരുന്നു കേട്ടോ. അതിൽ 100 ഗ്രാം ചെറിയ ചെറിയ മീനുകൾ പോയി. കഷ്ണങ്ങളാക്കി ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്രാവശ്യം കൂടി വെള്ളത്തിൽ കഴുകി നമുക്ക് ഇനി കറി വെക്കാം. അതിനിടയിൽ ഞാൻ തേങ്ങ വറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തേങ്ങ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയും മുളകും വറുത്തെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ മല്ലി ഒരു 10 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വറുക്കാനുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങ ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ, ഭയങ്കര ഡീപ്പ് ബ്രൗൺ ആകണതിന് മുമ്പ് നമുക്ക് മല്ലി ഇട്ട് വറുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം തേങ്ങ നല്ലപോലെ വറുത്തെടുത്തു, പിന്നെയാണ് മല്ലി വറുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം കേട്ടോ. ഇന്ന് 3/4 ഭാഗം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഉണക്കമുളക് ഇടാം. ഉണക്കമുളക് 25 ഗ്രാമാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇന്ന് ആറാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ചെറു ചൂടോടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ വറുത്തതും മല്ലിയും മുളകും ഒക്കെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് അരയ്ക്കാം കേട്ടോ. അങ്ങനെ അരപ്പായിട്ട് കിട്ടുള്ളൂ.
ഈ പരുവായുണ്ട്. നമുക്ക് കുറച്ചും കൂടി തിക്ക് കുറയ്ക്കണം. കുറച്ചും കൂടി വെള്ളമിട്ടിട്ട് അടിക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനുള്ള കാര്യത്തിലേക്ക് പോവാം. താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ പച്ചമുളക് 4 എണ്ണം വലുതെടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം, അതും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേപ്പില. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ തണുപ്പായ കാരണം വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരാണ് കേട്ടോ. നമ്മൾ മീനിന് വേണ്ടിയിട്ട് 2 കുടംപുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി ഇട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കറി വയ്ക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തേക്കണത്. സവോള പൊരിക്കുമ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. കുരുമുളക് ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇടണം. മസാലയൊക്കെ ഇടുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇട്ടേക്കണം. ചട്ടിക്ക് നല്ല ചൂടായിരിക്കുമല്ലോ. പിന്നെ ഒന്ന് മസാലയൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതാ മസാലയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല ഒന്ന് കഴുകിയ വെള്ളം ഒഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുടംപുളി ഇതാ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആ വെള്ളവും കുടംപുളിയും കൂടി ഇടാം. ഉപ്പ് വേണം. അപ്പം ഞാൻ താളിച്ചപ്പോൾ 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഉപ്പിടുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടുക. ഇതിനി ഒന്ന് തിളക്കട്ടെ നല്ലപോലെ. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീനിടാം. അധികം ചാറ് വേണ്ട കേട്ടോ, നല്ല കുറുകിയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് കൂട്ടി വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് വേവട്ടെ കേട്ടോ. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇതാ നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതാ അങ്ങനെ ചോറും കൂട്ടി സ്രാവ് കറി കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റി കറിയാണ്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ മോള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കറിയും ചോറും ഒക്കെ ഇനി ചെയ്തോ. ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയണേ. നമുക്ക് നോക്കാം. സൂപ്പറായിട്ട് നല്ല രസമുണ്ട്. അവള് ഇന്തോനേഷ്യയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ കറികളെല്ലാം പരീക്ഷിച്ച് നോക്കണ്ട കേട്ടോ. കണ്ടാ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാ. നല്ല ടേസ്റ്റി കറിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു.